രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നമുക്കിന്നൊരു ബൺദോശ ഉണ്ടാക്കിയാലോ? ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പുറംഭാഗമൊക്കെ ആണെങ്കിലും ഇതുപോലെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല നല്ലൊരു ചമ്മന്തിയോ സാമ്പാറിന്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുട്ടീസിനെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ അടിപൊളി റെസിപ്പിയും കൂടിയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാം കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതേപോലത്തെ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതിയാവും. ഇതിലേക്ക് നേർപകുതി തന്നെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് തൈര് വേണം ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ളതല്ല, ഒരു ഇടത്തരം പുളി അത്രമാത്രം മതി കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി ശരിക്കും ഫൈനായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്തോണ്ട് വരാം നമുക്ക്. ആദ്യമേ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ അടിച്ചെടുത്ത് നോക്കാം. കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നുകൂടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കട്ടിയൊന്നും ആയിട്ടില്ല, എന്നാൽ ഒരുപാടെങ്കിലും ലൂസായി പോയിട്ടില്ല. ഇപ്പൊ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇത് മതി. ഇനി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കി നമ്മുടെ റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ മൊത്തം ഒരു 1/4 കപ്പ് വെള്ളോട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഒരു 1/2 കപ്പും വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് മറ്റൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടായിട്ട് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കടുകും ജീരകവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി നമ്മുടെ ഉഴുന്നിന്റെ ആണെന്നുണ്ടെങ്കിലും കളർ പതുക്കെ ഒന്നുകൂടെ മാറി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ശരിക്കും നമ്മുടെ ഈ സവാളയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഒന്ന് നല്ലോണം ഒന്നുകൂടെ വാടി വരണം. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി സവാളയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി ഇതുപോലെ ഒന്നുകൂടി കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളറൊന്നും മാറി വരണ്ട, ഈ ഒരു ഭാഗത്തിന് മാത്രം മതി. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആണ്. നമുക്ക് നേരെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഭയങ്കരമായിട്ടൊന്നും കട്ടിയായിട്ട് പോയിട്ടില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് റവ ആയതുകൊണ്ട് എന്താണെങ്കിലും ഒന്ന് കുറുകി വരും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചൂടോടുകൂടി തന്നെ റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ റവയുടെ മിക്സുമായിട്ട് ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് പൊങ്ങി ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും സോഫ്റ്റ് ആയി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി എടുത്താണ്ടല്ലോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് പതഞ്ഞ് നല്ലോണം തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനിയിപ്പോൾ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബൺദോശ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ കടുക് താളിക്കുന്ന ഒരു തടക്കയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കേണ്ട. മൂടി വെച്ച് ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം പതുക്കെ മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ ഒന്ന് മാറി റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടതാ, ഇതുപോലെ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം മറുവശവും കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കളർ മാറി റെഡിയായി വന്നു കഴിഞ്ഞ ശേഷം നമുക്കിങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ആ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി ശരിക്കും കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അപ്പം മാറ്റി വെച്ച് വീണ്ടും അടുത്തത് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റവയുടെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് 2 വശം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു അളവിന് ഏകദേശം ഒരു 4-5 ദോശയായിട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ദോശ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അളവുകളിലും ചെറിയ രീതിയിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ ബാക്കി എല്ലാ ദോശയും ഇതുപോലെ 2 വശം റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്ത് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ.
ഇതിന്റെ കൂടെ സൈഡായിട്ട് നല്ലൊരു തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചമ്മന്തിയോ എന്താണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള റെസിപ്പി തന്നെയാണ്. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടതാ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്തെ ആ സവാളയും പച്ചമുളകും അതേപോലെ തന്നെ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.